ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോയുടെ പെർഫോമൻസ് എല്ലാം കറക്റ്റായി മനസ്സിലാക്കുന്നതിന് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ എത്ര വ്യൂസ് വരുന്നു എന്ന് മാത്രം നോക്കാതെ ചെറിയ ഒരു അനലറ്റിക്സ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് അതുപോലെ നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്ത് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ചെറിയ അനലറ്റിക്സ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയുന്നത്. സാധാരണയായി ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം കൂടിയാണിത്. അതായത് നമ്മുടെ വീഡിയോസ് പല ടൈപ്പിലുള്ള വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ നിന്നും നമ്മുടെ വ്യൂവേഴ്സിന് എത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം നമുക്ക് ഈസിയായി മനസ്സിലാക്കാനാണ് ഈ ഒരു അനലറ്റിക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ രണ്ടാമതായി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ സെക്കൻഡ് സ്ഥാനത്താണുള്ളത്. ഇവിടെ നമ്മൾ ലാസ്റ്റായി അപ്ലോഡ് ചെയ്തിരിക്കുന്ന 10 വീഡിയോയുമായാണ് ഈ വീഡിയോ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത 10 വീഡിയോയുമായി കമ്പയർ ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ ഇത് സെക്കൻഡ് സ്ഥാനത്താണുള്ളത്. അതുപോലെ ഇതിൻ്റെ മുകളിലായി ടിപ്സ് ആൻഡ് ട്രിക്സ് അപ്ലോഡിംഗ് 4K വീഡിയോ എന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ 4K വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം കൊടുത്തത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ നിങ്ങളും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കും നിങ്ങളുടെ മറ്റു വീഡിയോയുമായി ആ വീഡിയോയുടെ പെർഫോമൻസ് എല്ലാം കമ്പയർ ചെയ്യാം. എന്നാൽ പലപ്പോഴും നിങ്ങൾ ഈ സ്ക്രീൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് എന്നൊന്നും പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. അതിനാൽ തന്നെ ഇത് എവിടെ നിന്നാണ് ഈ സ്ക്രീൻ നമ്മൾ എടുക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ 10ാമതായി ഇവിടെ കാണുന്നത് ഹൗ ടു പ്രൊമോട്ട് യുവർ യൂട്യൂബ് ലോങ് വീഡിയോ എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അധികം വ്യൂസ് ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ഒരു പെർഫോമൻസ് ഇത് നമ്മൾക്ക് ചിലപ്പോൾ ചേഞ്ചസ് എല്ലാം വരാം. ഇപ്പോൾ ഈ 2ാം സ്ഥാനം എന്നത് ചിലപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇത് 1ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഇത് 3ാം സ്ഥാനത്തേക്കെല്ലാം പോകാം. അതിനാൽ തന്നെ ഇത് കറക്റ്റായി നമ്മൾ ട്രാക്ക് ചെയ്യുക. അതായത് നമ്മൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മണിക്കൂറുകളെല്ലാം കൂടുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അനലിറ്റിക്സ് എല്ലാം നോക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ടോപ്പിലായി വന്നിരിക്കുന്ന വീഡിയോസ് ഇത് എപ്രകാരമുള്ള വീഡിയോസ് എല്ലാമാണ്, അതിനനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സിന് അത് താല്പര്യമുണ്ട് എന്നും അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് എല്ലാം നേടാനും സാധിക്കും. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ അനലിറ്റിക്സ് ലേറ്റസ്റ്റ് പബ്ലിഷ്ഡ് കണ്ടന്റ് എന്ന് കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് താഴെയായി റാങ്കിങ് ബൈ വ്യൂസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ റാങ്കിങ് ബൈ വ്യൂസ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോഴാണ് നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു അനലിറ്റിക്സ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു അനലിറ്റിക്സ് തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് ഇവിടെ ഇനി ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ റാങ്കിങ് എത്രയാണ് എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഔട്ട് ഓഫ് 10 എന്ന് വന്നിട്ടുണ്ട്. അതായത് 2ാമത്തെ റാങ്കിങ് ആണ് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് റാങ്കിങ് എല്ലാം കൊടുത്തും നമുക്ക് നമ്മുടെ വീഡിയോ പെർഫോമൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഈ റാങ്കിങ് സിസ്റ്റം ഇത് കുറേ ക്രിയേറ്റേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് ടെൻഷൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പലരും കംപ്ലൈൻ്റ് എല്ലാം പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി യൂട്യൂബ് ഇത് വേണ്ടവർക്ക് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ലാസ്റ്റ് വീഡിയോയിലാണ് നമുക്ക് ഇപ്രകാരം റാങ്കിങ് എല്ലാം ഇവിടെ ഈ YT സ്റ്റുഡിയോയിൽ കാണിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഇവിടെ വന്നിരിക്കുന്ന ഈ മുകളിലേക്ക് വരുന്ന ഈ ഒരു ആരോയിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഇതുപോലെ ഇത് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ റാങ്കിങ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് റാങ്കിങ് ഒന്നും കാണാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാനെല്ലാം സാധിക്കും.
ചില ക്രിയേറ്റേഴ്സ് എല്ലാം ഇത്തരത്തിൽ കംപ്ലൈന്റ് എല്ലാം റൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഈ റാങ്കിങ് കുറയുമ്പോൾ ടെൻഷൻ എല്ലാം വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകാം. അത്തരത്തിലുള്ളവർക്ക് ഇത് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഇത് എൻലാർജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആരോ ഇത് താഴേക്ക് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്കിങ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്